പ്രീമിയർ ലീഗിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടൈറ്റിൽ റേസ് ആയിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. കാരണമുണ്ട്. റീസൺ നമ്പർ 1, ആഴ്സണൽ. അർട്ടേറ്റ കാത്തിരുന്ന ഒരു സ്ട്രൈക്കറെയാണ് ഇത്തവണ ആഴ്സണൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഗ്യോക്രസിന്റെ വരവോടുകൂടി കഴിഞ്ഞ 3 വർഷമായിട്ട് സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്ന ആഴ്സണൽ ഇതോടുകൂടി തീർപ്പാക്കാനായിരിക്കും സണൽ വരുന്നത്. റീസൺ നമ്പർ 2, ലിവർപൂൾ. 1984 ശേഷം ലിവർപൂളിന് ഒരു ലീഗ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ അത് മുൻകൂട്ടി കണ്ടതായിരിക്കണം ഫ്രിറ്റ്സ്, എക്കിറ്റിക്കെ, ഫ്രിംബോങ്, മിലോസ് തുടങ്ങിയവരൊക്കെ ടീമിലെത്തിച്ചത്. മാത്രമല്ല നിലവിലെ ബെസ്റ്റ് സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ടുള്ള ഇസാക്കിനെ കൂടി ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു. സോ എന്ത് വിലകൊടുത്തും അവർ ആ ലീഗ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യും. റീസൺ നമ്പർ 3, സിറ്റി. പെപ്പ് തന്റെ കരിയറിൽ ഇതുവരെ അടുപ്പിച്ച് 2 സീസൺ ലീഗ് കപ്പ് ഇല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല. ഒരു സീസൺ കിട്ടിയില്ലെങ്കിൽ അടുത്ത സീസണിൽ പുള്ളി എന്ത് വിലയെടുത്ത് നേടിയിരിക്കും. അതിപ്പോ ബാഴ്സ ആയിക്കോട്ടെ, ബയോൺ ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ. സോ കഴിഞ്ഞ സീസണിൽ പുള്ളിക്ക് ലീഗ് ടൈറ്റിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ സീസണിൽ പുള്ളി എന്ത് വില കൊടുത്തും അത് നേടിയിരിക്കും. റീസൺ നമ്പർ 4, ചെൽസി. കഴിഞ്ഞ വേൾഡ് കപ്പ് അടിച്ചതോടെ ഒരു സീരിയസ് ടൈറ്റിൽ റേസിന് ഞങ്ങൾ സജ്ജരാണെന്ന് ചെൽസി എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ ന്യൂ സൈനിങ്ങളായിട്ടുള്ള ജാവോ പെഡ്രോയും എസ്തോബയും ഒക്കെ നല്ല കിടിലൻ ഫോമിലുമാണ്. സോ ദേ ഓൾസോ ഹാവ് എ ചാൻസ്. റീസൺ നമ്പർ 5, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് അതേഴ്സ്. ബാക്കിയുള്ള യുണൈറ്റഡ്, സ്പോർട്സ്, ന്യൂകാസ്റ്റിൽ, ആസ്റ്റൺ വില്ല തുടങ്ങിയവരെയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം അവരും നല്ല സൈനികൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ന്യൂ സൈനികളുടെ ഒക്കെ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്